റോഷിപാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള തർക്കം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന ഈ അവകാശവാദം അത് മറനീക്കി പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചെന്നിത്തല ഗ്രൂപ്പ് കാര്യമായി ഇറങ്ങിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഈ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് മുൻ KPCC അധ്യക്ഷനായ കെ സുധാകരനാണ്. ഇന്നലെ റിപ്പോർട്ടർ ടിവിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും സമാന നിലപാട് സ്വീകരിക്കുന്നത്. ഏതായാലും കെ സുധാകരൻ അതിന് ചില കാരണങ്ങൾ, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല എന്നതിന് ചില കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ PJ കുര്യൻ രമേശ് ചെന്നിത്തലയുടെ വിഭാഗമല്ല. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചരടുവലി അത് വളരെ നേരത്തെ തുടങ്ങിയതാണ്. അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അത് വ്യക്തവുമാണ്. ആ സീറ്റ് ആർക്കൊക്കെ സ്ഥാനാർത്ഥികളാക്കണം, അതിൽ ഓരോ വിഭാഗങ്ങളും അവരുടേതായ നേതാക്കൾക്ക് വേണ്ടി കൃത്യമായി വാശി പിടിക്കുന്നത് അവസാന ഘട്ടം വരെ കണ്ടതാണ്. സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ പോലും അത് കാരണവുമായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ VD സതീശനും ഒപ്പം KC വേണുഗോപാൽ അടക്കം മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് അവരുടെ വിഭാഗം ശക്തമായ നീക്കങ്ങൾ നടത്തുമ്പോഴാണ് രമേശ് ചെന്നിത്തലയ്ക്ക് PJ കുര്യൻ കൂടി പിന്തുണ നൽകുന്നത്. അത് സ്വാഭാവികമായും രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പക്ഷേ ഇതിലൊക്കെ ആ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ MLA-മാരുടെ അഭിപ്രായം തേടിയതിനു ശേഷം അതിൽ അന്തിമ തീരുമാനം. MLA-മാരുടെ പിന്തുണ കൂടുതലുള്ള നേതാക്കൾ പാർലമെന്ററി പാർട്ടി ലീഡർ ആകണമെന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച നേതാവ് അത് രമേശ് ചെന്നിത്തലയായിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനം ഒരു നേതൃമാറ്റം വേണം, ഒരു തലമുറ മാറ്റം വേണമെന്നാണ്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തുന്നതും. അതുപോലെ ഏത് തരത്തിലുള്ള തീരുമാനവും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കാം. പക്ഷേ നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ഒരു ചർച്ച അത് തർക്കത്തിലേക്ക് പോയിട്ടില്ല. കാരണം തർക്കത്തിലേക്ക് പോകണമെങ്കിൽ മറ്റു നേതാക്കൾ, അത് മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന നേതാക്കളോ അവരെ പിന്തുണയ്ക്കുന്നവർ അത് സംബന്ധിച്ച അവകാശവാദം ഉന്നയിക്കണം. പക്ഷേ ആരും അങ്ങനെ അവകാശവാദം റോഷിപാൽ, അപ്പോൾ ചെന്നിത്തലയ്ക്ക് വേണ്ടി വരുന്ന ഈ ശബ്ദങ്ങൾ ചെന്നിത്തലയ്ക്ക് തന്നെ പ്രശ്നമാകുമോ എന്നൊരു ചോദ്യം കൂടി